ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് ഞാനൊരു എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിന്റെ വീഡിയോ ആയിട്ടാ കാണിക്കുന്നത്. ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ ലിപ്സ്റ്റിക്കിന് ഒരു 10-25 കളറെങ്കിലും ഉണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര കളർ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ എന്താ ഇന്നത്തെ ലിപ്സ്റ്റിക് എൻ്റെ ഈ പെട്ടി നിറച്ച് എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ ആണ്. ഈ പെട്ടി നിറച്ച് ലിപ്സ്റ്റിക് ആണ്, മൊത്തം ലിപ്സ്റ്റിക്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലില് താഴെ നിങ്ങൾ വീഡിയോസിന്റെ താഴെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. ആ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ചാനൽ ഞെക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആദ്യം കാണാൻ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ അവിടെ അടുത്തുള്ള ബെല്ല് പോയിരിക്കുന്ന സാധനം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കാണിക്കട്ടെ, അതാ ഇത് കണ്ടോ, മുഴുവൻ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇതിന്ന് ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാട്ടോ ഇരിക്കുന്നത്. ഫസ്റ്റ് ഏതെടുക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാം. ഇത് മേബലിന്റെ കണ്ടോ, കാണാൻ പറ്റുന്നോ നിങ്ങൾക്ക്? മേബലിന്റെ സൂപ്പർ സ്റ്റേയുടെ ഒരു ഇങ്ക് ക്രയോണോ വിനിൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ട് 03 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിനിലിന്റെ മേബലിൻ ന്യൂയോർക്കിന്റെ ഒരു ഇതാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. നല്ലൊരു റെഡ്, നല്ല റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റെഡ് ആട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ റെഡ് യൂസ് ചെയ്യാൻ. ഇനി അടുത്തത് എന്ന് പറഞ്ഞത് ഈ കളറാട്ടോ. ഇത് കളർ സ്യൂച്ച് എന്ന് പറഞ്ഞിട്ട് ഏതൊരു കമ്പനിയാണ്, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ കളറ് കണ്ടിട്ട് മേടിച്ചതാണ്. ഈ കളറ് ഇതിന്റെ കളർ ഇതാട്ടോ. ഈ കളറാട്ടോ ഞാൻ ഈ ചുണ്ടത്തിട്ടേക്കുന്നത്. ഇതാണ് ഞാൻ ചുണ്ടത്തിട്ടേക്കുന്നത് കേട്ടോ. അടുത്തത് ഷുഗറിന്റെ ഒരു കളറാട്ടോ. 09 റോയൽ റെഡിങ് എന്ന് പറഞ്ഞിട്ട് ഷുഗറിന്റെ ഒരു കളറാണ്. ഇതെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വില കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ഇത് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതാട്ടോ അതിന്റെ കളറ്. ഇതാണ് അതിന്റെ കളറ് കേട്ടോ. അധികം യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് നാളായി ഇത് എന്റെ കയ്യിൽ ഇരിക്കണു, പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അടുത്ത ഷെയ്ഡും വന്നിട്ട് മേബിലിന്റെ തന്നെ 125 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. മേബിലിന്റെ തന്നെ 125 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും നല്ലൊരു ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ കളേഴ്സ് ആണ്, ലൈറ്റ് കളേഴ്സ്. ഞാൻ മിക്കവാറും തന്നെ റെഡും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടും കേട്ടോ ഇങ്ങനെ. അടുത്തത് എന്റെ കയ്യിലുള്ളത് മേബിലിന്റെ തന്നെ ചൊഞ്ചി കൊയ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഇതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേബിലിന്റെ എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര ഇതാട്ടോ അതിന്റെ കളർ. ഇതാണ്, കാണാൻ പറ്റുന്നില്ല? ഇതാട്ടോ ഇതിന്റെ ഷെയ്ഡ്. അടുത്തത് മേബിലിന്റെ ഒരു ഇങ്ക് ക്രയോൺ ആണ്. 30 സീക്ക് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും. ഇതിന്റെ ഷെയ്ഡ് ഈ തന്നെയാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അതിന്റെ ഷെയ്ഡ്. ഒരു ലൈറ്റ് റോസ് കളറാട്ടോ അതിന്റെ ഷെയ്ഡ്. ലൈറ്റ് റോസ്, ഇതാണ് അതിന്റെ ഷെയ്ഡ്. അടുത്തത് അടുത്തതും മേബിലിന്റെ തന്നെ സൂപ്പർ സ്റ്റേയുടെ 55 മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. 55 മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ട, എങ്ങനെ അത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതാണ് അതിന്റെ കളറ് കേട്ടോ. അടുത്തത് മേബിലിന്റെ തന്നെ സൂപ്പർ സ്റ്റേയുടെ തന്നെ 45 ഹസ്റ്റിൽ ഇൻ ഹീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. ഇതും എനിക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. പക്ഷെ ഞാനിത് അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇതാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത്. ഇതാണ് അതിന്റെ ഷെയ്ഡ്. അധികം യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഷെയ്ഡ്സിന്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ഇടാറുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ഞാനിത് അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അടുത്തത് ഡാസിലറിന്റെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഏതാ? DLCO 35 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി മേടിച്ച ഒരു ഷെയ്ഡാണ്. എനിക്ക് അത്ര ഇഷ്ടാട്ടോ ഈ ഷെയ്ഡ്. ഇതാണ് നല്ല ചോക്ലേറ്റ് ബ്രൗൺ കളറാട്ടോ ഇതിന്റെ.
അടുത്തതും ഡാസിലറിന്റെ തന്നെ DL-CO7 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും എനിക്ക് ഡാസിലറിന്റെ എല്ലാ ഷെയ്ഡും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. ഭയങ്കര ഇഷ്ടമാട്ടോ. ഡാസിലറിന്റെ എല്ലാ ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഡാസിലറിന്റെ D25 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. അതേ കാണാവോ നിങ്ങൾക്ക്? ഇതാ D25 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രീമി ടെക്സ്ചറാണ് ഇതിന്റെ. അടുത്തതും ഡാസിലറിന്റെ തന്നെ 70 ആണ് ഷെയ്ഡ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് അറിയത്തില്ല ഇതിന്റെ കളർ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതുവരെ അത്രയും അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതാട്ടോ ഷെയ്ഡ്. എൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് കിട്ടിയ ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ഫേസസ് കാനഡയുടെ ന്യൂഡ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഭയങ്കര ഞാൻ ഫേസസ് കാനഡ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ലൊരു ക്രീമി നല്ലൊരു ന്യൂഡ് ഷെയ്ഡാട്ടോ. നല്ല സൂപ്പർ ഷെയ്ഡാണ്. ഞാൻ ഇടയ്ക്ക് വളരെ വില കൂടിയതായതുകൊണ്ട് ഞാൻ വളരെ റെയറായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. ആക്ച്വലി എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഫേസസ് കാനഡയുടെ എന്താ മേടിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒരു സാധനം മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് ആക്ച്വലി ഇത്. ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല. കാരണം അടുത്തത് മൈ ഗ്ലാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയ്ഡ് ഏതാന്ന് എനിക്കറിയത്തില്ല. 59 അങ്ങനെ ഏതോ ഷെയ്ഡാണ് ഇത്. ആക്ച്വലി ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഇടാറുണ്ട് കേട്ടോ. മറ്റേ ഹാക്ക് വീഡിയോസ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ ഇടാറുണ്ട്. നല്ലൊരു സിന്ദൂരൊക്കെ കുത്താൻ നല്ല സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇതും മൈഗ്ലാമിയുടെ തന്നെയാണ്. മൈഗ്ലാമിയുടെ ഈ ഷെയ്ഡാ കേട്ടോ. ഈ ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണ്. കാണാവോ നിങ്ങക്ക്? അടുത്തത് ഞാൻ ഇവിടുന്ന് നമ്മുടെ ഇവിടെ UK വന്നതിന് ശേഷം മേടിച്ചൊരു ഷെയ്ഡാണ് അത്. ഇതിന്റെ കളർ എനിക്ക് അന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നേരം മേടിച്ചാണ്. പക്ഷെ ഇപ്പൊ ഇടാറൊന്നുമില്ല. ഇതാട്ടോ ഒരു ഗിൽട്ടറിങ് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ചില സമയത്ത് ഇടും, തോന്നിയാൽ മാത്രം ഇടും കേട്ടോ. ഇതാട്ടോ കളറ്. അടുത്തത് ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കളർ സുഡ്ജിന്റെ തന്നെ നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ കളർ 24 ആണ്. ബ്രൗൺ ഷെയ്ഡ്, ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബ്രൗണും റെഡും കൂടെ കമ്പൈൻ ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തത് ഇവിടെ ലോക്കൽ മേടിച്ചൊരു ലിപ്സ്റ്റിക് ആട്ടതാ. പക്ഷെ ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ്. ഇത് ആക്ച്വലി ഞാൻ മേടിച്ചത് നമ്മൾ മറ്റേ ഹാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ലിപ്സ്റ്റിക് ആണ്. പക്ഷെ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ അടുത്ത എവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തത് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ലിപ്സ്റ്റിക് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നോട് ചോദിച്ചിട്ട് ഈ ഷെയ്ഡ് ഏതാന്ന്. ഇതാണ് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച നല്ലൊരു ഷെയ്ഡാണ്. ബെറി കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാട്ടോ അത്. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച 200 രൂപയ്ക്ക് 199 രൂപയ്ക്ക് മേടിച്ച ലിപ്സ്റ്റിക് ആണ് ഇത്. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഷെയ്ഡ്സ് ഏതൊക്കെയാന്നുള്ളത് ന്യൂഡ് 02, ന്യൂഡ് 1, ന്യൂഡ് 1 അങ്ങനെ 3 ഷെയ്ഡാണ്. കോംബോ ഷെയ്ഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിവ്യൂ ഞാൻ ഇടാം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിന്റെ റിവ്യൂ ഓർമ്മ ഇടാം കേട്ടോ. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ മേടിച്ച ലിപ്സ്റ്റിക്കും ലിപ് സ്ക്രബും ലിപ്സറും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഇത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാട്ടോ പാക്കറ്റ് പൊട്ടിക്കാണ്ടിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ലോങ് ലാസ്റ്റിംഗ് 8 hours റെഡ് സെഡ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞിട്ട് ഇതാ MEON എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ നല്ലൊരു ഓറഞ്ച് റെഡ് ആണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്.
ഇതാണ് ഇത് എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ. ഇതാണ് അതിന്റെ ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണേ. പിന്നെ ഇവിടെ നിന്ന് ലോക്കല് മേടിച്ചൊരു ലിപ്സ്റ്റിക് ആട്ടോ ഇത് ലോക്കല് മേടിച്ചാണ്. ഇത് അത്ര അങ്ങോട്ട് നല്ലതല്ല, ഞാൻ ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചാണ്. പക്ഷെ വലിയ അത്ര ഗുണമൊന്നുമില്ല. അത് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമല്ല. വല്ലാലത്തെ എന്തെങ്കിലും ഹാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അത്ര തന്നെ. പിന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ച ന്യൂഡിന്റെ ഇതാട്ടോ ഇത്. പ്രൈമാർക്ക് മേടിച്ചതാണ്. ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഇതും വേറെ ഏതെങ്കിലും ഒരു കളറും കൂടെ മിക്സ് ചെയ്താട്ടോ ഇടാറ്. 25 ഇപ്പൊ എണ്ണിയപ്പോ 25 കളർ ഉണ്ട്. ഇതില് കുറച്ചൊക്കെ എവിടെയാ വെച്ചേക്കണേന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാരും എന്നോട് പറയും, ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ എന്നെ കാണാണ്ടാവും. ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ എന്നെ കാണാണ്ടാവുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ആ ലിപ്സ്റ്റിക്കിന്റെ അവിടെ പോയി ലിപ്സ്റ്റിക് ഇരിക്കുന്നിടത്ത് നോക്കിയാൽ അവളവിടെ കാണും, ലിപ്സ്റ്റിക്ക് തപ്പിക്കൊണ്ടിരിക്കേണ്ടാവും എന്നൊക്കെ പറയും. ആക്ച്വലി ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാശ് എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി പോണതും ലിപ്സ്റ്റിക്കിനാട്ടോ. എനിക്കറിയില്ല ലിപ്സ്റ്റിക്കിനോട് എന്താണ് എനിക്ക് ഇത്ര പ്രാന്തെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എല്ലാ ഷെയ്ഡും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് റെഡും ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി പണ്ടൊക്കെ ഞാനൊരു +2 കോളേജ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ലൈറ്റ് ഷെയ്ഡ്സ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. എന്തിന് ഡാർക്കൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ റെഡൊന്നും ഞാൻ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ പിന്നെ 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 ലിപ്സ്റ്റിക്കിനോട് അങ്ങോട്ട് പ്രാന്ത് കയറി ഇപ്പൊ ഏത് കളർ കിട്ടിയാലും യൂസ് ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാട്ടോ മുന്നോട്ട് പോകണം. അങ്ങനെയാണ്. ഇത് കൂടാണ്ട് എൻ്റെ കയ്യിലുള്ള വേറൊരു സാധനം കേട്ടോ ഇത്. മാസിന്റെ ലിപ്സ്റ്റിക്കിന്റെ പാലറ്റ്. ഇത് ഞാൻ ലിപ്സ്റ്റിക്കിന്റെ മിക്സിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ലിപ്സ്റ്റിക് വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണം, ഞാൻ ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലേ, എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ലിപ്സ്റ്റിക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എന്നെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബൈ.